ഇവിടെ ഫർഹാന എന്ന് പറയുന്ന ഹീറോനാണെങ്കിൽ ഒരു ലോവർ മിഡിൽ ക്ലാസ് ഫാമിലി ആയിരിക്കും. ഇവളുടെ 3 കുട്ടികളും ഹസ്ബൻഡും അവന്റെ പേരൻസ് എല്ലാം ചേർന്ന് ഒരു ചെറിയ വീട്ടിലായിരിക്കും താമസിക്കുന്നുണ്ടാവുക. പക്ഷേ അതേ സമയത്ത് ഇവർ ഫിനാൻഷ്യലി വളരെ ലോ ആയിരിക്കും. കാരണം ഇവളുടെ ഹസ്ബൻഡ് ആണെങ്കിൽ അച്ഛനോട് കടയിലായിരിക്കും പോകുന്നുണ്ടാവും. എന്നാൽ കടയാണെങ്കിൽ വ്യാപാരമില്ലാതെ പൂട്ടുന്ന രീതിയിലായിട്ടുണ്ടാവും. ഇവൾക്കാണെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടാകും. പക്ഷെ എന്നാലും ഹീറോന്റെ അച്ഛൻ പഴയ ആയതുകൊണ്ട് തന്നെ വീട്ടിലെ പെമ്പിളായിരുന്നു പണിക്ക് പോകണ്ടെന്ന് പറയുകയാണ്. എന്നാൽ കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ ഹീറോന്റെ ഫാമിലി ആണെങ്കിൽ ഫിനാൻഷ്യലി ആയിട്ട് വളരെ വീക്ക് ആവുകയാണ്. ആ സമയത്തായിരിക്കും ഹീറോന് അവളുടെ ഫ്രണ്ടിന്റെ കല്യാണത്തിന് ഹസ്ബൻഡിനോടൊപ്പം പോവുക. അവിടെ പഴയ ഫ്രണ്ട്സിനോടെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുക. അവളുടെ ഒരു ഫ്രണ്ട് ആണെങ്കിൽ ഒരു വിസിറ്റിംഗ് കാർഡ് കൊടുത്തുള്ള വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറയുകയാണ്. ഹീറോന്റെ ഹസ്ബൻഡ് ആണെങ്കിൽ ഇവർക്ക് സപ്പോർട്ട് ആയിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ ആവശ്യപ്പെട്ട പോലെ അടുത്ത ദിവസം അവൾ ഇന്റർവ്യൂക്കും കൊണ്ടുപോകും. അങ്ങനെ ഹീറോനും ഇന്റർവ്യൂവിൽ സെലക്ട് ആവുകയാണ്. വീട്ടിൽ ആർക്ക് ഇഷ്ടമില്ലെങ്കിലും വേറെ വഴിയില്ലാതെ ഹീറോന് പണിക്ക് പറഞ്ഞേക്കും. അതാണെങ്കിൽ ഓൺലൈൻ ആയിട്ട് ആൾക്കാർക്ക് ക്രെഡിറ്റ് കാർഡ് സെല്ലുന്ന സെന്റർ ആയിരിക്കും. അങ്ങനെ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് ഹീറോനെ പെർമനന്റ് ആക്കാണ്. ഇവൾക്ക് സാലറിയും ക്രെഡിറ്റ് ചെയ്യാണ്. അങ്ങനെ ഹീറോന്റെ ഫാമിലിയുടെ അവസ്ഥ മെല്ലെ മെല്ലെ മെച്ചപ്പെടാൻ തുടങ്ങുകയാണ്. പക്ഷേ അതേ സമയത്ത് ഹീറോയിൻ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ മേലെ തന്നെ വേറൊരു കമ്പനി ഉണ്ട്. അവിടെയായിരിക്കും ആ ഫ്രണ്ടും വർക്ക് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ അവർക്കാണെങ്കിൽ ചെറിയ പണിയായിരിക്കും. പക്ഷെ കൂടുതൽ സാലറി കിട്ടുന്നുണ്ടാവും. അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് ഹീറോന്റെ മകനെ ലെങ്സ് ഫെയിലായിട്ട് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറയുന്നത് അതിനായിട്ട് കൂടുതൽ കടവും വാങ്ങുകയാണ്. അത് തിരിച്ചടിക്കാനായിട്ട് എന്തായാലും ഇവൾ ഇപ്പോൾ വാങ്ങുന്ന സാലറി മതിയാവില്ല. അതുകൊണ്ട് തന്നെ ഹീറോനാണെങ്കിൽ അവളുടെ ഫ്രണ്ടിനോട് അവൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ അവൾക്ക് ജോലി വാങ്ങി തരാൻ പറയാണ്. ഹീറോന്റെ സിറ്റുവേഷൻ മനസ്സിലാക്കുന്ന ഫ്രണ്ടും അവൾക്ക് ഹെൽപ്പ് ചെയ്യാന്ന് പറയാണ്. അങ്ങനെ ഹീറോന് ടെമ്പററി ആയിട്ട് ജോലിയിൽ എടുക്കും. എന്നാൽ ഈ വർക്കാണെങ്കിൽ പഴയ വർക്ക് പോലെ ആയിരിക്കില്ല. വിളിക്കുന്ന കസ്റ്റമേഴ്സിനോടെല്ലാം മെറോട്ടിക് ആയിട്ട് സംസാരിക്കണം. അവന്മാർ എന്ത് വൃത്തിയായിട്ട് പറഞ്ഞാലും അതെല്ലാം സഹിച്ചിട്ട് അവരോട് ലവോള രീതി സംസാരിക്കാൻ പറയാണ്. അതിനായിരിക്കും കൂടുതൽ പൈസയും കൊടുക്കുന്നുണ്ടാവുക. നെക്സ്റ്റ് പാട്ട് വേണമെങ്കിൽ അത് കമന്റ് വീഡിയോക്ക് ലൈക്കും ചെയ്യാൻ സബ്സ്ക്രൈബ് വെക്കുക.